തിരിതെളിയും മൾത്താരയിൽ ബലി തുടങ്ങും സമയമതിൽ ബലിയടയ്ക്കാം കാഴ്ചകളെ, തിരയിളകും ഓർമ്മകളെ. തിരിതെളിയും മൾത്താരയിൽ ബലി തുടങ്ങും സമയമതിൽ ബലിയടയ്ക്കാം കാഴ്ചകളെ, തിരയിളകും ഓർമ്മകളെ. ബലിയിതിലല്ലോ ബലമാർഗം, ബലമല്ലോ ഈ ബലിവേദി. ബലിയിതിലല്ലോ ബലമാർഗം, ബലമല്ലോ ഈ ബലിവേദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വീണ്ടും നാം കർത്താവിൻ്റെ രക്ഷയേകുന്ന ബലിപീഠത്തിങ്കിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവിടുന്ന് നമുക്ക് നൽകിയ രക്ഷ വിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കുന്നതിനും അവിടുത്തെ ആരാധിക്കുന്നതിനും അവിടുത്തെ മഹത്വപ്പെടുത്തുന്നതിനുമായി നിൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലയിലാണോ കർത്താവിൻ്റെ ഏറ്റവും രക്ഷ നിറഞ്ഞ സാന്നിധ്യം നീ അനുഭവിച്ചറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിൻ്റെ ജീവിതത്തിലെ കുറവുകൾ ആ നിറവുകളാക്കി മാറ്റുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയോട് ചേർന്ന് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ എൻ്റെ കുറവുകളിലേക്ക് അങ്ങ് കടന്നു വരണമേ എന്ന്. ഒപ്പം തന്നെ ഈ വിശുദ്ധ ബലി യോഗ്യതയോടുകൂടി അർപ്പിക്കേണ്ടതിന് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും കർത്താവിൻ്റെ കാരുണ്യത്തിനായി കേണപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലും നീവർ താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ
കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ, ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുധൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങുതാനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സ്വർഗവും ഭൂമിയും ഒന്നുപോലെ അങ്ങ് നിയന്ത്രിക്കുന്നുവല്ലോ. അങ്ങേ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ ദയാപൂർവം ശ്രവിക്കുകയും ഞങ്ങളുടെ കാലയളവിൽ അങ്ങേ സമാധാനം നൽകുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 62 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് സിയോന്റെ ന്യായം പ്രഭാതം പോലെയും ജെറുസലേമിൻ്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നതുവരെ അവളെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കുകയില്ല. ജനതകൾ നിന്റെ നീതിമത്കരണവും രാജാക്കന്മാർ നിന്റെ മഹത്വവും ദർശിക്കും. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും. നിന്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും. പരിത്യക്ത എന്ന് നീയോ വിജനം എന്ന് നിന്റെ ദേശമോ ഇനിമേൽ പറയപ്പെടുകയില്ല. എൻ്റെ സന്തോഷം എന്ന് നീയും വിവാഹിത എന്ന് നിന്റെ ദേശവും വിളിക്കപ്പെടും. എന്തെന്നാൽ കർത്താവ് നിന്നിൽ ആനന്ദം കൊള്ളുന്നു. നിന്റെ ദേശം വിവാഹിതയാകും. യുവാവ് കന്യകയെ എന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിയിൽ എന്ന പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ജനപദങ്ങളുടെ ഇടയിൽ കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. ജനപദങ്ങളുടെ ഇടയിൽ കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. കർത്താവിനെ പാടി പുകഴ്ത്തുവിൻ. അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. അവിടുത്തെ രക്ഷ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ. ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. ജനപദങ്ങളുടെ ഇടയിൽ കർത്താവിന്റെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. ജനപദങ്ങളെ ഉദ്ഘോഷിക്കുവിൻ. മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിന് ചേർന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ.
ജനപദങ്ങളുടെ ഇടയിൽ ജനപദങ്ങളുടെ ഇടയിൽ കർത്താവിന്റെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾ വർണ്ണിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മുൻപിൽ ഭയന്ന് വിറയ്ക്കട്ടെ. ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. കർത്താവ് വാഴുന്നു, അവിടുന്ന് ജനതകളെ നീതിപൂർവം വിധിക്കും. ജനപദങ്ങളുടെ ഇടയിൽ കർത്താവിന്റെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾ വർണ്ണിക്കുവിൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നുതന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്നുതന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നുതന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതുനന്മയ്ക്ക് വേണ്ടിയാണ്. ഒരു ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേചനത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. ഒരു ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും ആ ആത്മാവ് തന്നെ നൽകുന്നു. തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്ന് വന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ
ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് യേശുനാഥൻ തൻ്റെ മഹത്വം പ്രകടമാക്കുന്നതിന് പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ തുടക്കമാണ്, ആരംഭമാണ് കാനായിലെ വിവാഹ വിരുന്ന് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം എടുത്തു നോക്കുമ്പോൾ അതിലെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യേശുനാഥനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന അധ്യായമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന്. അപ്പോൾ ദൈവം തന്നെയായ ദൈവപുത്രൻ, മാംസം ധരിച്ച വചനം, മാംസം ധരിച്ച പുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എന്ന് ഇവിടെ പ്രസ്താവിക്കുകയാണ് ചെയ്യുക. അതിനുശേഷമുള്ള 2-ാം അധ്യായത്തിലെ 1 മുതലുള്ള തിരുവചനത്തിലാണ് കാനായിലെ വിവാഹ വിരുന്നിൽ യേശുനാഥൻ പ്രവർത്തിച്ച അത്ഭുതം കാണുക. ഇവിടെ ഈ അത്ഭുതത്തിന് ലാഭം കണ്ടെത്തിയവര് ആ വിവാഹ വിരുന്നുകാരാണ്. അല്ലെങ്കിൽ ആ ഏത് ഭവനത്തിലാണോ ആരുടെയാണോ വിവാഹം, ആ കുടുംബമാണ് യേശുനാഥൻ്റെ ഏറ്റവും ആദ്യത്തെ അത്ഭുതം. ആ അത്ഭുതം സ്വീകരിക്കുന്നത്. ഇനി അത് വിളമ്പുമ്പോൾ ഒരുപാട് ജനങ്ങൾ അതിൽ നിന്നും ആ യേശുവിൻ്റെ അത്ഭുതം സ്വീകരിക്കുന്നു. എന്നാൽ അവനിൽ വിശ്വസിച്ചവരാകട്ടെ ആരാണ് എന്ന് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. അതായത് അവൻ പ്രവർത്തിച്ച ഈ അത്ഭുതങ്ങളുടെ ആരംഭമായിരുന്നു കാനായിലെ വിവാഹ വിരുന്ന്. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ അത്ഭുതം അനേകം പേർ അനുഭവിച്ചറിഞ്ഞു. എന്നാൽ വിശ്വസിച്ചു എന്ന് പറയുന്നവരാകട്ടെ വളരെ ചുരുക്കമാണ്, അവൻ്റെ ശിഷ്യന്മാർ മാത്രമാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഇവിടെ യേശുനാഥൻ പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതത്തിന് കാരണഭൂതയായി മാറുന്ന വ്യക്തി എന്ന് പറയുന്നത് പരിശുദ്ധ കന്യകാമറിയം തന്നെയായിരുന്നു. നമുക്കറിയാം, നമ്മൾ യേശുവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുവാനായിട്ട്, ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് അവിടുത്തെ ആഗമനത്തിന് വേണ്ടി ഒരുങ്ങുമ്പോഴെല്ലാം ആ ആഗമനത്തിൻ്റെ ആരംഭത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ധ്യാനിച്ചതും പരിശുദ്ധ അമ്മയുടെ മാതൃസഹജമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചാണ്. അതിനുശേഷം യേശുവിൻ്റെ ജന്മം നൽകിയതിന് ശേഷവും വീണ്ടും അവിടുത്തെ ആദ്യത്തെ അത്ഭുതത്തിന് കാരണഭൂതിയായി മാറുന്നതും പരിശുദ്ധ അമ്മ തന്നെയാണ്. അതായത് യേശുവിൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ അവിടുത്തെ മഹത്വം പ്രകടമാകുന്നതിന് കാരണഭൂതിയായി മാറിയത് പരിശുദ്ധ അമ്മ തന്നെയാണ്. എന്തുകൊണ്ടാണ് തിരുസഭ ഇന്നും പരിശുദ്ധ അമ്മയുടെ മാധ്യസം യാചിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയാണ് ഇന്നത്തെ സുവിശേഷം. അതായത് യേശുനാഥൻ ഈ ലോകത്തിലേക്ക് വചനം മാംസമായി കടന്നു വരുവാനായിട്ട് ദൈവം ഒരുക്കിയ വ്യക്തി പരിശുദ്ധ അമ്മയായിരുന്നു. ഒപ്പം തന്നെ യേശുവിൻ്റെ മഹത്വം പ്രകടമാകുവാനായിട്ട് ആരംഭം കുറിച്ചതും പരിശുദ്ധ അമ്മയുടെ അപേക്ഷ പ്രകാരം തന്നെയായിരുന്നു, അഭ്യർത്ഥന പ്രകാരം തന്നെയായിരുന്നു. ആയതിനാൽ എൻ്റെ ജീവിതത്തിലെ കുറവുകളെ, എൻ്റെ കുടുംബത്തിലെ കുറവുകളെ, എൻ്റെ സമൂഹത്തിൻ്റെ കുറവുകളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥോട് ചേർന്ന് യേശുവിനോട് ചോദിക്കുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുറവുകളെ പരിഹരിക്കുന്ന ദൈവിക അത്ഭുതകരമായിട്ടുള്ള ദൈവ സാന്നിധ്യം നമ്മളും അനുഭവിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. വീണ്ടും ഇവിടെ ചിലപ്പോഴെങ്കിലും ഈ സുവിശേഷ ഭാഗത്തിൽ വിഷയമായിട്ടുള്ളത് യേശുനാഥൻ പറയുന്നു, അവർക്ക് വീഞ്ഞില്ലെങ്കിൽ എന്താ, ഇതിൽ നമുക്കെന്താണ് കാര്യം എന്ന്. അതും പരിശുദ്ധ അമ്മയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടല്ല യേശുനാഥൻ പറയുന്നത്, മറിച്ചോ സ്ത്രീയെ ഇതിൽ എനിക്കും നിനക്കും എന്ത്, കാരണം എൻ്റെ സമയം
ഇനിയും ആയിട്ടില്ല എന്ന്. സമയമാകാത്തവൻ്റെ സമയത്തെ വിളിച്ചു വരുത്തിയ സ്നേഹമാണ് പരിശുദ്ധ കന്യാമറിയത്തിനുള്ളത് എന്ന് ഇവിടെ വ്യക്തമായി കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ സ്ത്രീയെ എന്ന പദത്തിന് മറ്റൊരു വ്യാഖ്യാനം കൂടി നൽകുന്നു. കാരണം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2 തവണയാണ് പരിശുദ്ധ കന്യകാമറിയത്തെ യേശുനാഥൻ സ്ത്രീയെ എന്ന് വിളിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടത്. കാനായിലെ വിവാഹ വിരുന്നിൽ യേശുനാഥൻ തൻ്റെ അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുന്നു. ഇനി ഈ സ്ത്രീയെ എന്ന് വിളിക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഈ സ്ത്രീ അല്ലെങ്കിൽ പരിശുദ്ധ കന്യകാമറിയം യേശുവിനോട് ആവശ്യപ്പെടുകയാണ്, ചോദിക്കുകയാണ്, യാചിക്കുകയാണ്. ഈ യാചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യേശുനാഥൻ പറയുന്നത്, സ്ത്രീയെ, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന്. പക്ഷേ സമയം അവിടെ കടന്നു വരികയാണ് ചെയ്യുക. ഇനി രണ്ടാമതായിട്ട് സ്ത്രീയെ എന്ന് പരിശുദ്ധ കന്യകാമറിയത്തെ വിളിക്കുന്നത്, യേശുനാഥൻ കുരിശിൽ തൂങ്ങിക്കിടക്കവേ യോഹന്നാനെയും തൻ്റെ അമ്മയെയും കുരിശിൻ്റെ ചുവട്ടിൽ കണ്ടുകൊണ്ടാണ് അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുന്നു. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ എന്ന് പറയുന്നു. രണ്ടാമതായിട്ട് കാണുന്നത് പരിശുദ്ധ അമ്മയെ അവിടെ വെച്ച് വിളിക്കുമ്പോഴും ഒപ്പം തന്നെ യോഹന്നാനെയും വിളിച്ചുകൊണ്ട് പറയുന്നു, ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുന്നു. അതായത് സ്ത്രീയെ എന്ന് വിളിച്ചവൻ അമ്മ എന്ന് പറയുന്നത് നിൻ്റെ അമ്മയായിട്ടാണ്, യോഹന്നാൻ്റെ അമ്മയായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, വാഗ്ദാനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന സ്ത്രീ, ദൈവം സൃഷ്ടിച്ച സ്ത്രീ, അവള് മനുഷ്യകുലത്തിൻ്റെ അമ്മയായി മാറുന്ന നിമിഷം, എൻ്റെ അമ്മ എന്നതിനേക്കാളും ഉപരിയായിട്ട് സകല മനുഷ്യരുടെയും അമ്മയായിട്ട് മാറുന്നവളാണ് ഇവൾ എന്ന് യേശുനാഥൻ ഇതിലൂടെ കാണിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി ഇത് വിശ്വാസികളുടെ ജീവിതത്തെയും കൂടി നമുക്ക് ഈ പരിശുദ്ധ അമ്മയിൽ കാണുവാനായിട്ട് സാധിക്കും. 2 തവണ സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ, ആദ്യം യാചിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ച് ദൈവം തന്നെ, ദൈവപുത്രൻ തന്നെ കന്യകാമറിയത്തെ സ്ത്രീയെ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അത് അപൂർണമായിട്ടുള്ള ഒരു സ്ത്രീയാണ്. കാരണം നമ്മളെല്ലാവരും വിശ്വാസത്തിൻ്റെ ആരംഭത്തിൽ യാചിക്കുന്നവരാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ വിശ്വാസ പൂർണ്ണത കൈവരുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ദൈവഹിതപ്രകാരം തൻ്റെ മകനെ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന സമയത്തും തൻ്റെ മകനെ പൂർണ്ണമായിട്ടും ദൈവിക പദ്ധതിക്ക് അനുസൃതമായിട്ട് വിട്ടുകൊടുക്കുന്ന വ്യക്തിയായി മാറുകയാണ്. വിധവയായിട്ടുള്ള ഈ സ്ത്രീക്ക് ആകെയുള്ള ഒരേ ഒരു മകനാണ് കുരിശിൽ തൂങ്ങിക്കിടക്കുന്നത്. അപ്പോഴും അവൾ ദൈവഹിതം പൂർത്തിയാകട്ടെ എന്ന മനോഭാവത്തോടുകൂടെ, എന്ന വിശ്വാസത്തോടുകൂടെ പൂർണ്ണമായിട്ടും തനിക്കുള്ളതിനെ വിട്ടുകൊടുക്കുകയാണ്. ഇതൊരു വിശ്വാസത്തിൻ്റെ വളർച്ചയാണ്, ആത്മീയതയുടെ വളർച്ചയാണ് ഇവിടെ സൂചിപ്പിക്കുക. കാരണം എന്താണ്? തനിക്കാകെയുള്ള തൻ്റെ മകനെ ദൈവിക പദ്ധതിക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്നു. അപ്പോൾ വിശ്വാസത്തിൻ്റെ വളർച്ച അതിൻ്റെ കൊടുമുടിയിലെത്തുന്നത് എപ്പോഴാണ്? ഉള്ളത് കൊടുക്കുന്നത്, ആകെയുള്ളതും ദൈവത്തിന് കൊടുക്കുവാൻ തയ്യാറായി മാറുന്ന ഒരു അമ്മയാണ്, ഒരു സ്ത്രീയാണ്. അപ്പോൾ ദൈവം സൃഷ്ടിച്ച സ്ത്രീ ദൈവം ആഗ്രഹിച്ചു മൊത്തത്തിൽ പൂർണ്ണമായിട്ട് ദൈവത്തിന് തന്നെ സമർപ്പിക്കുന്ന സ്ത്രീയായി മാറണമെന്ന്. ദൈവം ആദ്യം സൃഷ്ടിച്ച സ്ത്രീ അങ്ങനെയായിരുന്നില്ല. തൻ്റെ സ്വാർത്ഥത കൊണ്ട് ലോകത്തിലേക്ക് പാപം കടത്തി വിട്ടപ്പോൾ ലോകത്തെ രക്ഷയിലേക്ക് നയിക്കുന്ന സ്ത്രീയായിട്ട്, ആ ദൈവം ആഗ്രഹിച്ച, ദൈവം ഉദ്ദേശിച്ച, ദൈവത്തിൻ്റെ പദ്ധതിക്കൊത്തവണ്ണം വളർന്ന സ്ത്രീയായിട്ട് പരിശുദ്ധ അമ്മ മാറുകയാണ്. അങ്ങനെ സകല മാനവകുലത്തെയും രക്ഷയിലേക്ക് നയിക്കുന്നു. അതും തൻ്റെ മകനായ രക്ഷകനായ യേശുവിലൂടെ തന്നെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയെപ്പോലെ വിശ്വാസത്തിൽ പൂർണ്ണ വളർച്ചയിലെത്തി ആ ദൈവത്തിൻ്റെ മഹത്വം നമ്മളും അനുഭവിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും
ഇനി നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴും നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ പോലെ വിശ്വാസ വളർച്ചയെത്തിക്കൊണ്ട് തിരുക്കുമാരൻ്റെ ദൈവത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കാനായിലെ വിവാഹ വിരുന്നിലെ കുറവുകളെ നിറവുകളാക്കി മാറ്റുന്ന ആ ദൈവിക സാന്നിധ്യം എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും വിശ്വാസ പൂർണ്ണതയിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ ആ പരിശുദ്ധ അമ്മ ആ പൂർണ്ണതയിൽ നിന്നും ആ അപൂർണതയിൽ നിന്നും പൂർണ്ണതയിലേക്ക് എത്തിച്ച ആ അമ്മയുടെ മാതൃകയാൽ മാധ്യസ്ഥത്താൽ തിരുക്കുമാരൻ്റെ സാന്നിധ്യം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ശാശ്വതമായിട്ടുള്ള നിത്യകിരീടമണിയുന്നത് വരെ നിത്യകിരീടമണിഞ്ഞിരിക്കുന്ന ആ യേശുവിൻ്റെ മഹത്വത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രകടമാക്കിക്കൊണ്ട് ഏറ്റുപാടാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങളാമെല്ലാറ്റിൻ്റെയും സ്രഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്ക് മുമ്പ് പിതാവിൽ നിന്നു ജനിച്ചോരു ദൈവസുതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സ്രഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സ്രഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പാരിൽ കന്യാമറിയത്തിൽ നിന്നുറുകായാൽ ധന്യ ശരീരമേടുത്തു നരനായി പൊന്തിയുസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാം പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേനീ സത്യങ്ങളെല്ലാം. മുന്നം ലീഗീതങ്ങൾ ചൊന്നത് പോലെ മൂന്നാം ദിവസമുയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറി ഇരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വീതിക്കാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ച എന്നെന്നും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മി പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും
ഒന്നിച്ചു നിത്യം സ്തുത്യനും പൂജ്യനുമാകും മൃഗായിൽ വേദപ്രവാചകന്മാർ വഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റവും ഉറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാനേക വിശുദ്ധ കാതോലിക്ക അപ്പസ്തോലിക്ക സഭയിൽ പാപവിമോചനമേകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യാ പ്രഖ്യാപിക്കുന്നേ. മൃത്യുവരിച്ചവർക്കുള്ളൊരുയിർപ്പും നിത്യ പരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റം ഉറപ്പായി കത്തിൽ പ്രത്യാശയോടിതാ കാത്തിരിക്കുന്നേ. ആമേൻ. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, ദൈവിക ശുശ്രൂഷയിലൂടെ ദൈവജനത്തെ വളർത്തുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത പരിശുദ്ധ പിതാവ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജെയിംസ് പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ക്രിസ്തീയ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് സഭാമക്കളെ വെളിച്ചത്തിൻ്റെ പാതയിലൂടെ നയിക്കുവാൻ വേണ്ട കൃപാവരങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ, യാചന നൽകണമേ. നിത്യപുരോഹിതനായ ഈശോ പൗരോഹിത്യം എന്ന മഹത്തായ കൂദാശയിലൂടെ അങ്ങയുടെ കരങ്ങളായും കണ്ണുകളായും അങ്ങയുടെ നാവുകളായി മാറാൻ വിളിക്കപ്പെട്ട എല്ലാ വൈദികരെയും പ്രത്യേകമായി ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ജോഷിച്ചനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യം എന്ന വിളിയുടെ മാഹാത്മ്യം മനസ്സിലാക്കി വിശുദ്ധിയോടെ ജീവിക്കുവാനും തങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങാകുന്ന സ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഈ ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിനുമായി ജീവിതം മാറ്റിവെക്കുവാനുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ, യാചന നൽകണമേ. നിത്യതയുടെ സൗന്ദര്യമായ നല്ല ദൈവമേ, ഭാവിയുടെ പ്രതീക്ഷകളായ ഞങ്ങളുടെ യുവതലമുറയെ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവരാജ്യ വിസ്തൃതിക്കായി വചനം പ്രഘോഷിക്കുവാനും തങ്ങളുടെ ജീവിത മാതൃകയിലൂടെ ജ്വലിക്കുന്ന ഹൃദയത്തോടെയും അനേകായിരങ്ങളെ അങ്ങേക്കായി നേടിയെടുക്കുന്ന ജീവിതങ്ങളായി അവരെ രൂപപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ, യാചന നൽകണമേ. സ്നേഹനാഥ, അങ്ങയുടെ ഗാർഹിക സഭയെ കടാക്ഷിക്കണമേ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും വിശ്വസ്തതയിലും വളർന്നു വരുവാൻ എല്ലാ കുടുംബങ്ങളെയും യഥാർത്ഥ ക്രൈസ്തവ മൂല്യങ്ങൾ മക്കൾക്ക് പകർന്നു നൽകുവാൻ എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ. ശൂന്യമാകുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളാകുന്ന കൽഭരണികളിൽ അങ്ങാകുന്ന പുതുവീഞ്ഞു നിറച്ചുകൊണ്ട് അങ്ങേ തിരുഹൃദയത്തിൽ അനുപരരായി ഞങ്ങൾ വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ, യാചന നൽകണമേ. ദയാനിധിയായ ദൈവമേ, ഈ ഭൂമിയിൽ അങ്ങ് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കി ഈ ലോകത്തോട് വിട പറഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ആത്മാക്കൾക്കും നിത്യശാന്തി നൽകണമേ. മനുഷ്യരക്ഷയ്ക്ക്
അങ്ങേ തിരുക്കുമാരൻ ചിന്തിയ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ ഈ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ, യാചന നൽകണമേ. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ കർത്താവിൻ്റെ രക്ഷയേകുന്ന ഈ ബലിപീഠത്തെങ്കിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ആത്മദാനമായി നൽകാൻ അപ്പവും വീഞ്ഞും ആശീർവദിച്ചൊരാ കൈകളിൽ നാദാ ഏകിടുന്നു ഞങ്ങളെ പൂർണ്ണമായി. കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി, കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി. അൾത്താരവേദിയിൽ അർപ്പിതമാകാം ഞങ്ങൾ ഒരുക്കിടും അപ്പവും വീഞ്ഞും. ദാസർക്ക് പകരമായി കൈക്കൊള്ളണേ, പ്രീതിയോടി ബലി സ്വീകരിക്കണമേ. സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഈ ബലിയുടെ ഓർമ്മ ആഘോഷിക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ പരിത്രാണ കർമ്മമാണല്ലോ നിർവർത്തിക്കപ്പെടുന്നത്. അതിനാൽ ഈ ദിവ്യരഹസ്യങ്ങളിൽ യഥായോഗ്യം പങ്കെടുക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവിനാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാകുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവള്ളം നിറവേറ്റിക്കൊണ്ടോ പരിശുദ്ധമായ ഒരു ജനത്തെ നേടിത്തന്നുകൊണ്ടോ പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണമുന്മൂലനം ചെയ്യുകയും ഉദ്ധാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങളും ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ.
ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണോയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ.
രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ, നിന്നുള്ളം പാരിലും ആയിടണം. അന്നു വേണ്ടുന്നൊരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ, ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ, തിന്മയിൽ നിന്നും നീ കാത്തിടണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ശാന്തി നൽകിയിടണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വസിക്കുകയും ചെയ്തിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ സ്നേഹത്തിൻ്റെ ചൈതന്യം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഓരോ സ്വർഗീയ അപത്താൽ അങ്ങ് പരിപോഷിതരാക്കിയ ഇവരെ ഒരേ അനുഷ്ഠാനത്താൽ ഒരുക്കമുള്ളവരാക്കി തീർക്കുകയും ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പനിനീർ പ്രഭതൂകും മാതാവേ, റോസാമിഷ്ടിക്ക മാതാവേ, പനിനീർ പ്രഭതൂകും മാതാവേ, റോസാമിഷ്ടിക്ക മാതാവേ, വാത്സല്യമേകും നിൻ സ്നേഹം തിരികെ വിളിക്കുന്നു നിൻ ചാരേ, വാത്സല്യമേകും നിൻ സ്നേഹം തിരികെ വിളിക്കുന്നു നിൻ ചാരേ.